അപ്പോൾ ഇന്ന് ഞാനൊരു ഓമയ്ക്ക തോരനാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഓമയ്ക്ക നന്നായിട്ട്, ഓമയ്ക്ക എന്നും പപ്പായ എന്നും ഒക്കെ പറയും, നന്നായിട്ട് ചെത്തി അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ കുത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിയുവാണ്. എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ആ അരിയുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ തോരൻ്റെ രുചി. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പയർ ഞാൻ അടപ്പത്ത് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓമയ്ക്ക അരിഞ്ഞു വെച്ചതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഇടാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ എടുത്തേക്കുക. വറ്റൽമുളകും, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾ, കുറച്ച് തേങ്ങ ഇതിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം മിക്സിക്കുള്ളിലിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് പാൻ അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക, കുറച്ച് ചെറിയ ഉള്ളി നമ്മളതിലേക്ക് ഇട്ടൊന്ന് ഒരു ജസ്റ്റ് ബ്രൗൺ കളറൊക്കെ ആകുന്നുടനെ നമുക്ക് പപ്പായ, ഓമയ്ക്ക അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചത് അതിലേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പട്ടികളൊക്കെ ഇഷ്ടം മാതിരി കുരയ്ക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇത് ഒരുവിധം വാടി വന്നു. അപ്പം നമ്മൾ അതിലേക്ക് ഓമയ്ക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഓമയ്ക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാമേ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരപ്പിട്ടുണ്ടല്ലോ, അരപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് വൻപയർ വേവിച്ചത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പിടാതെയാണ് വേവിച്ചത്. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്ത് പിന്നെയും വയ്ക്കുവാണ്. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെയും അടപ്പ് വെച്ചിട്ട് നമുക്കടച്ച് ചെറിയ തീയിൽ, ചെറിയ ഫ്ലെയിമിൽ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ തോരൻ ഒരുവിധമായിട്ടുണ്ട്. പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക തോരൻ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ ഇത് വെച്ച് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മളുടെ ഓമയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.